സുബഹിക്ക് ശേഷമുള്ള ഉറക്ക് ശൂന്യതയാണ്. അത് ഇബാദത്തിന്റെ സമയമാണ്, ഉണർന്നിരിക്കേണ്ട സമയമാണ്, തൻ്റെ മനസ്സിനും ശരീരത്തിനും ആരോഗ്യം ലഭിക്കുന്ന സമയമാണ്. അത് ഉറങ്ങിക്കളയാൻ പാടില്ല. ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി അടക്കമുള്ള ഇമാമുകൾ അത് ഉദ്ധരണി സഹിതം ആ വിഷയത്തെക്കുറിച്ച് സമഗ്രമായി പഠിച്ചതിന് ശേഷം പിന്നെ ഉറങ്ങിയിട്ടില്ല. എത്ര ത്യാഗങ്ങൾ സഹിച്ചാണ് പലപ്പോഴും അതിനെ നേരിട്ടത് എന്ന് ഞങ്ങൾ ആലോചിക്കലുണ്ട്. ചിലപ്പോൾ മംഗലാപുരത്തോ അല്ലെങ്കിൽ കൊല്ലത്തൊക്കെ പരിപാടി കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ ട്രെയിന് വൈകിക്കഴിഞ്ഞാൽ വീട്ടിലെത്തുമ്പോൾ 4 മണിയൊക്കെ ആവും. 4 മണിക്ക് വീട്ടിലെത്തിയാൽ പിന്നെ അവിടെ ഉറങ്ങാനുള്ള സമയം എത്ര ഉണ്ടാവുമെന്ന് നമുക്കറിയാലോ. കുറച്ച് സമയം ഉറങ്ങി പിന്നെ എണീറ്റ് പിന്നെ സുബഹി നിസ്കരിച്ച് കടക്കാം വേണമെങ്കിൽ. പക്ഷേ സുബഹി നിസ്കാരത്തിന് ശേഷം ഉറങ്ങുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഉറങ്ങാറില്ല. പിന്നെ എന്ത് ചെയ്യും? ഖുർആൻ എടുക്കും. സുബഹി നിസ്കാരത്തിന് ശേഷം ഖുർആൻ എടുക്കും, ഖുർആൻ ഓതും. ഖുർആൻ ഓതുക എന്നത് അവിടുത്തെ ഒരു പ്രത്യേക രസാണ്, ഒരു അനുഭൂതിയാണ്. അത് മടുക്കലില്ല. ഒരു ദിവസം എത്രയോ ജുസുകൾ പല സമയത്ത് ഓതി തീർക്കാറുണ്ട്. വാഹനത്തിൽ സഞ്ചരിച്ചാൽ പലപ്പോഴും ഞങ്ങളൊക്കെ ഉണ്ടാവും. വണ്ടിയിൽ കയറിയാൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ സംസാരിക്കാം, കുടുംബപരമായ കാര്യങ്ങളൊക്കെ സംസാരിക്കാം എന്ന നിലക്കായിരിക്കും ഞങ്ങൾ കയറുക. അത് കണ്ട മാത്രയിൽ കുറച്ചൊക്കെ സംസാരിച്ച് പിന്നെ ഖുർആൻ ഓത്തിലേക്ക് കടക്കും. ഇന്ന് ഇത്ര എനിക്ക് ഓതണം എന്ന് മനസ്സിലാക്കിയാൽ അത് രാത്രിയാകുന്നതിന് മുമ്പ് ഓതി തീർക്കും. അങ്ങനെ ഇരുന്നിങ്ങനെ ഞങ്ങൾ നേരിട്ട് കണ്ടതാ. ഈ ഖുർആൻ ഇങ്ങനെ ഓതുന്ന സമയത്ത്